പ്രത്യേക സാമ്പത്തിക മേഖലയിൽ തന്നെ വിപണനം നടത്തേണ്ട സ്വർണം കടത്തുന്നു എന്ന രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കസ്റ്റംസ് റെയ്ഡ് നടത്തിയത്. സെസ്സിനുള്ളിൽ പ്രവർത്തിക്കുന്ന അശ്വിൻ ഗോൾഡിൽ നിന്നും 20 കിലോഗ്രാമിലധികം സ്വർണമാണ് പിടിച്ചെടുത്തത്. അശ്വിൻ ഗോൾഡ് ഉടമ മഹാരാഷ്ട്ര സ്വദേശി സഞ്ജയ് സുബ്ബറാവു, സ്വർണ്ണക്കടത്തിന് സഹായം ചെയ്ത ജയകുമാർ, സജി, ജ്വല്ലറി ജീവനക്കാരനായ ജീസൺ എന്നിവരെയാണ് 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തത്. സെസ്സിൽ നിന്ന് കടത്തിയ സ്വർണം തൃശൂർ, അങ്കമാലി തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വർണ്ണക്കടകളിൽ വിൽപ്പന നടത്തി. ഈ കടകളിൽ കസ്റ്റംസ് പരിശോധന നടത്തി. നിയമപ്രകാരമല്ലാത്ത സ്വർണ്ണക്കടത്തിനെതിരെ കർശന നടപടിയെടുക്കുമെന്ന് കസ്റ്റംസ് കമ്മീഷണർ രാഘവൻ പറഞ്ഞു. അടുത്ത ദിവസങ്ങളിലും റെയ്ഡുകൾ നടക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അല്ലാതെ ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവിടെ ധാരാളം യൂണിറ്റുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. അവരെല്ലാവരെയും പോയി ഒരു വെരിഫിക്കേഷന് പോകുന്നതുകൊണ്ട് അവർക്കും ബുദ്ധിമുട്ട്. പിന്നെ ഞങ്ങളുടെ ജോലി കൊണ്ട് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. പ്രത്യേക സാമ്പത്തിക മേഖലയിലെ നിയമമനുസരിച്ച് പരിശോധനകൾക്ക് പരിമിതിയുണ്ടെന്ന് സെസ് ഡെവലപ്മെന്റ് കമ്മീഷണർ ഡോക്ടർ സഫീന പറഞ്ഞു. എന്നാൽ കർശന പരിശോധന ഉറപ്പുവരുത്തും. ഇതൊരു ഇൻസിഡന്റ് വന്നതിന് ശേഷം തന്നെ പ്യൂരിറ്റി ചെക്കിങ്ങിനുള്ള മെഷീൻസ് കൊണ്ടുവന്ന് സുരക്ഷ കൂടുതലും കുറച്ചുകൂടെ കർക്കശമാക്കിയിട്ടുണ്ട്. എന്നാൽ തന്നെ മൾട്ടി പ്രോഡക്റ്റ് എസ്സീസ്ഡ് ആയതുകൊണ്ട് എല്ലാ എംപ്ലോയീസിനെയും ചെക്ക് ചെയ്യാനും എല്ലാ വെഹിക്കിളിനെയും ചെക്ക് ചെയ്യാനും അസാധ്യമാണ്. അശ്വിൻ ഗോൾഡ് നേരത്തെ 100 കിലോ സ്വർണത്തിന്റെ ക്രമക്കേട് നടത്തിയതായി കസ്റ്റംസിന് വിവരം ലഭിച്ചതായി അറിയുന്നു. 2 വർഷം മുമ്പ് സെസ്സിൽ സ്വർണ്ണക്കടത്ത് നടത്തിയത് പിടികൂടിയിരുന്നു. എന്നാൽ സെസ് നിയമം നൽകുന്ന ഇളവുകൾ മുതലാക്കിയാണ് കൃത്രിമം കാണിക്കുന്നത്. യു ഷൈജു, മീഡിയ 1, കൊച്ചി.